അസ്സലാമു അലൈക്കും. ഹായ് ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ഗൂഗിൾ മീറ്റ് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇന്ന് ഓൺലൈൻ ട്യൂഷനുകൾ, ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ഗൂഗിൾ മീറ്റ് അതുപോലെ സമാനമായ ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് നടത്തപ്പെടുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും, വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കുമൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് ഗൂഗിൾ മീറ്റ് ഉപയോഗിക്കാം എന്ന് നോക്കാം. കമ്പ്യൂട്ടറിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഗൂഗിൾ എടുക്കുക. അപ്പോൾ അതിൻ്റെ വലതുവശത്ത് ചതുര ബോക്സിൽ അവിടെ ഉണ്ടാവും ഗൂഗിൾ മീറ്റ്. അതല്ലെങ്കിൽ സെർച്ച് ബോക്സിൽ ഗൂഗിൾ മീറ്റ് എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഇവിടെ വരും. meet.google.com. അതാണ് ഗൂഗിൾ മീറ്റിൻ്റെ യഥാർത്ഥ ഈ വെബ്സൈറ്റ് അഡ്രസ്. അപ്പോൾ അതിന്മേൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഓപ്പൺ ആയി വന്നു. ഇതാണ് ഗൂഗിൾ മീറ്റിന്റെ ഹോം പേജ്. ഇവിടെ നമുക്ക് സ്റ്റാർട്ട് മീറ്റിംഗ് എന്ന് കാണാം. ഇതാണ് നമ്മളൊരു പെട്ടെന്നൊരു മീറ്റിംഗ് വിളിക്കണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന്മേൽ ക്ലിക്ക് ചെയ്താൽ നമുക്കൊരു മീറ്റിംഗ് പെട്ടെന്ന് വിളിക്കാൻ പറ്റും. അതല്ല നമുക്ക് ഒരു മീറ്റിംഗിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ, വേറെ ആരെങ്കിലും വിളിച്ചൊരു മീറ്റിംഗിൽ നമ്മൾ ജോയിൻ ചെയ്യാനാണ് നമ്മൾ തുറന്നതെങ്കിൽ നമുക്കൊരു മീറ്റിംഗ് കോഡ് അവർ പറഞ്ഞു തന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ വാട്സപ്പിലൂടെയോ ഇമെയിലിലൂടെയോ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടാവും. അത് നമ്മൾ ഇവിടെ എൻ്റർ ചെയ്യാം. ഈ ഭാഗത്ത് എൻ്റർ മീറ്റിംഗ് കോഡ് അവിടെ എൻ്റർ ചെയ്ത് കണ്ട് ജോയിൻ ചെയ്താൽ നമുക്ക് ആ മീറ്റിംഗിൽ പങ്കെടുക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഉള്ളത് ഷെഡ്യൂൾ എ വീഡിയോ മീറ്റിംഗ് ഫ്രം ഗൂഗിൾ കലണ്ടർ. അപ്പോൾ നമുക്ക് ഇപ്പോഴല്ല, നമുക്ക് ഇന്ന് കുറച്ച് സമയം കഴിഞ്ഞിട്ട്, അതല്ലെങ്കിൽ നാളെയോ മറ്റന്നാളോ മറ്റേതെങ്കിലും ഒരു ദിവസം നമ്മൾ ഒരു മീറ്റിംഗ് വിളിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഷെഡ്യൂൾ അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കലണ്ടർ ഓപ്പൺ ആയി വരും. അവിടെ നമുക്ക് ഒരു ദിവസം ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് നമുക്ക് മീറ്റിംഗ് വിളിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ സ്റ്റാർട്ട് മീറ്റിംഗ് നോക്കാം. ഒരു പെട്ടെന്നൊരു മീറ്റിംഗ് നമ്മൾ വിളിക്കുകയാണ്. അതിന് സ്റ്റാർട്ട് മീറ്റിംഗ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇങ്ങനെ വരും. ഇത് അതിലേക്ക് തയ്യാറെടുപ്പിലേക്കുള്ള ഒരു വിൻഡോ ആണ്. നമ്മൾ മീറ്റിങ്ങിന് ജോയിൻ ചെയ്തിട്ടില്ല. അപ്പോൾ മീറ്റിങ്ങിന് ഇവിടെ ഒക്കെ റെഡി ആയിട്ടുണ്ട്. മീറ്റിംഗ് ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ മൈക്ക് അതുപോലെ ക്യാമറ ഒക്കെ ചെക്ക് ചെയ്ത് റെഡി ആണെങ്കിലാണ് ഇങ്ങനെ കാണിക്കുക. റെഡി അല്ലെങ്കിൽ അവിടെ എറർ കാണിക്കും. അത് ശരിയാക്കി കൊടുക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് മൈക്ക് മ്യൂട്ട് ചെയ്യാൻ പറ്റും, അതുപോലെ അൺമ്യൂട്ട് ചെയ്യാം, അതുപോലെ ക്യാമറ ഓഫ് ആക്കാം. പിന്നെ ഇവിടെ മീറ്റിംഗ് റെഡി, ഇതിൻ്റെ അടിയിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മീറ്റിംഗിന്റെ കോഡ് ZKCSABRATS. ഈ കോഡാണ് നമ്മുടെ മീറ്റിംഗ് കോഡ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ മീറ്റിംഗിന്റെ കോഡ്. ഇത് നമുക്ക് മറ്റുള്ള ആളുകൾക്ക്, നമ്മുടെ സുഹൃത്തുക്കൾക്ക് ആരൊക്കെ വേണ്ടെങ്കിൽ അവർക്ക് ഈ കോഡ് പറഞ്ഞു കൊടുക്കുകയോ വാട്സപ്പിലൂടെ അയക്കുകയോ ഇമെയിലൊക്കെ ചെയ്ത് അവരെ അറിയിച്ചാൽ ഈ കോഡ് വെച്ചിട്ട് ആർക്കും ഈ മീറ്റിംഗിലേക്ക് പ്രവേശിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ജോയിൻ ചെയ്യാണ്. മീറ്റിംഗ് ആരംഭിക്കുകയാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യാം, ജോയിൻ നൗ. അപ്പോൾ നമ്മൾ മീറ്റിംഗിലേക്ക് വിളിക്കാൻ വേണ്ടിയിട്ടുള്ള ലിങ്കാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മീറ്റിംഗ് ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. ഇവിടെ പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ മീറ്റിംഗിൽ ഇവിടെയൊക്കെ ഓരോ ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ മുകളിൽ ഭാഗത്ത് ഇവിടെ ചാറ്റ്, ഇവിടെ പാർട്ടിസിപ്പന്റ് ആരൊക്കെയാണ് ഇതിലുള്ളത് എന്നറിയാൻ ഇവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. ഇവിടെ ചാറ്റ് ബോക്സ് ഉണ്ട്. ഇവിടെ പീപ്പിൾ ആരൊക്കെയാണ് ഇപ്പോൾ ഇതിലുള്ളതെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾക്ക് ഇവിടെ ആഡ് പീപ്പിൾ, നമുക്ക് എത്ര ആളുകൾ ഇവിടെ ആഡ് ചെയ്യാം. ഇവിടെ ആഡ് പീപ്പിൾ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ ഇമെയിലിലൂടെ മാത്രമേ ഇവിടെ നിന്നിട്ട് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു ഇമെയിൽ ID അടിക്കുകയാണ്. ഞാൻ ഒരാളെ ഇവിടെ ജോയിൻ ചെയ്യിക്കുന്നു. നിസ സമദ് നയ്യേരി @gmail.com എന്ന് പറഞ്ഞ ആൾ ഇതിൽ ജോയിൻ ചെയ്യാൻ പോവാണ്.
അപ്പോൾ അവർക്ക് ഞാൻ ഇമെയിൽ ഇൻവിറ്റേഷൻ അയക്കാണ്, സെൻഡ് മെയിൽ. അങ്ങനെ ഒന്നിലേറെ ആളുകൾ ഉണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ കോമട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാവരും കൂടി ഒറ്റ ഇൻവിറ്റേഷൻ അയച്ചാൽ എല്ലാവർക്കും ആ ഇൻവിറ്റേഷൻ പോകും. അപ്പോൾ ഞാനൊരു ഇൻവിറ്റേഷൻ അയച്ചു കഴിഞ്ഞു. ഇനി അവർ ആ ഇമെയിൽ തുറന്ന് അതിൽ ജോയിൻ ചെയ്യണം. എങ്ങനെയാണ് മറ്റൊരാൾ ഈ മീറ്റിങ്ങിലേക്ക് പ്രവേശിക്കുക എന്ന് നമുക്ക് നോക്കാം. പ്ലേ സ്റ്റോർ എടുക്കുക, ഗൂഗിൾ മീറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ അവിടെ കാണിക്കും, അത് ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ ഇമെയിൽ തുറക്കുക. അപ്പോൾ അവിടെ കാണാം, നമ്മുടെ ഇൻവിറ്റേഷൻ അവിടെ കാണാം, അവിടെ വന്നിട്ടുണ്ട്. മീറ്റിങ്ങിന് ക്ഷണിച്ചുകൊണ്ടുള്ള ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ട് മെയിലായിട്ട്. അത് ഓപ്പൺ ചെയ്ത് നോക്കുക. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ അങ്ങനെ കാണാം, മീറ്റ് സമ്മതമയ്യേൽ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അങ്ങനെ അവിടെ കാണിക്കും, അവിടെ സെലക്ട് ചെയ്യുക, ഗൂഗിൾ മീറ്റ് സെലക്ട് ചെയ്യുക. ജോയിൻ ചെയ്താൽ ഓക്കെ, കണക്റ്റ് ആയി. അപ്പോൾ ഇവിടെ ഒരാൾ ജോയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടു. അപ്പോൾ ഇവിടെ അഡ്മിറ്റ് കൊടുക്കാം. യെസ്, ഇവിടെ കാണുന്നുണ്ട്. ഹലോ ദാദു ഓക്കെ, ഇവിടെ കാണുന്നുണ്ട് ഡാ. അപ്പോൾ ഞാനൊരു ചിത്രം വരക്കാൻ പഠിപ്പിക്കാണ്. ശ്രദ്ധിച്ചോ ഡാ. അപ്പൊ നമ്മൾ ചിത്രം വരക്കുന്നതിന് വേണ്ടി ഇവിടെ പ്രസന്റ് നൗ കൊടുക്കാം. പ്രസന്റ് നൗ കൊടുത്തിട്ട് യുവർ എൻ്റയർ സ്ക്രീൻ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ കമ്പ്യൂട്ടറിൽ പിന്നെ എന്ത് ഉപയോഗിക്കുമ്പോഴും അത് നമ്മുടെ ക്ലാസ് റൂമിലുള്ള എല്ലാവർക്കും ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ നമുക്ക് ഒരു ഗൂഗിൾ ജാംബോർഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എഴുതുവാനും അതുപോലെ തന്നെ ടൈപ്പ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ നമ്മൾ സ്ക്രീൻ ഇവിടെ പ്രസന്റ് ചെയ്യാൻ പോവാണ്. ഇവിടെ ഒരു ടാബ് എടുത്തു. ഈ ടാബിൽ നമ്മൾ ജാംബോർഡ് ഓപ്പൺ ചെയ്യണം. ഗൂഗിൾ ജാംബോർഡ്, ഇതാണ് ഗൂഗിൾ ജാംബോർഡ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ സൈൻ ഇൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ആൾറെഡി ഇവിടെ സൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ പ്ലസ് ബട്ടൺ നിൽക്കുക. അപ്പോൾ ഒരു വൈറ്റ് ബോർഡ് ഇവിടെ തെളിഞ്ഞു വരും. ഇതാണ് ഗൂഗിൾ ജാംബോർഡ്. ഇതിൽ നമുക്ക് ഇവിടെ പെന്നെടുത്തുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് എഴുതിയാലും നമ്മുടെ ക്ലാസ് റൂമിലുള്ള എല്ലാവർക്കും കാണാൻ സാധിക്കും. അപ്പൊ സാധാ കേൾക്കുന്നില്ല, ഞാൻ ചിത്രം വരക്കാൻ പോവാണ്, ശരിക്കും ശ്രദ്ധിച്ചോ. ഇവിടെ പെന്നെടുക്കാം, കളർ എടുക്കാം, എന്നിട്ട് ഇവിടെ വരക്കാം. ഞാൻ എൻ്റെ ചെറിയ മോനായതുകൊണ്ടാണ് ഇവിടെ ചിത്രം വരച്ച് പഠിപ്പിക്കുന്നത്. ഇനി വലിയ കുട്ടികളാണെങ്കിൽ നമ്മൾ ബോർഡ് തന്നെ ഉപയോഗിക്കാം. പക്ഷെ അവിടെ ചിത്രത്തിന് പകരം നമ്മൾ വലിയ കാര്യങ്ങളായിരിക്കും ചർച്ച ചെയ്യുന്നത് മാത്രം. ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഇവിടെ നമുക്ക് E = mc² എന്ന ഇക്വേഷന് പഠിപ്പിക്കാൻ നോക്കുക. അപ്പോൾ E = mc². E = mc² എന്നിവിടെ എഴുതിനെ ഒന്ന് ഇത് വിശദീകരിക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ പല ടൂളുകളുണ്ട്. ഇപ്പോൾ ഇവിടെ സ്റ്റിക്കി നോട്ട് അതെടുത്തു, അവിടെ ടൈപ്പ് ചെയ്തു E = എനർജി. നമുക്കിവിടെ അങ്ങനെ കൊണ്ടുവരാം.
എന്നിട്ട് വിശദീകരിക്കുക. ഈ സമം ഇ എന്ന് പറഞ്ഞാൽ എനർജിയാണ്, എം എന്ന് പറഞ്ഞാൽ അത് മാസാണ്, സി എന്ന് പറഞ്ഞാൽ അത് പ്രകാശത്തിൻ്റെ വേഗതയാണ്. പ്രകാശം ശൂന്യതയിലൂടെ ഏകദേശം 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കും. അപ്പോൾ ഈ ഇക്വേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വസ്തുവിൻ്റെ മാസിനെ പ്രകാശ വേഗതയുടെ വർഗം കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന സംഖ്യ എനർജിക്ക് അതിൽ നിന്ന് കിട്ടുന്ന എനർജിയും തുല്യമായിരിക്കും. ഉദാഹരണമായിട്ട് അപ്പോ അതാ ഞാൻ വരക്കാൻ പോകട്ടാ, നോക്കിക്കോ. കാണില്ല? അപ്പൊ ഒരു ചെറിയ പൂവ് വരച്ചിട്ടുണ്ട്. ഇനി അതുപോലെ ഒരു പൂവ് വരക്കണം. ശരിക്കും കണ്ടില്ല? ഈ പൂവ് വരക്കണം. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഇനി അവിടെ പൂവ് വരക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ മൊബൈൽ, അതിൽ നമ്മൾ ഇതേപോലെ പ്രസന്റിങ് കൊടുത്താൽ അവിടെ പിന്നെ ആ മൊബൈലിൽ നമ്മൾ എന്ത് ഓപ്പൺ ചെയ്താലും, ഏത് ആപ്ലിക്കേഷൻ വരക്കാൻ പറ്റിയ ഏത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താലും അത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഈ ജാം ബോർഡ് ഉണ്ട്, അതുപോലെ സമാനമായ വൈറ്റ് ബോർഡുകളൊക്കെ ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ അതിലേത് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചുകൊണ്ട് അവിടെ വരച്ചാലും ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ വരക്കും. നമുക്കിവിടെ കാണാം. വരച്ചാ? അതുപോലെ ഇവിടെ പിൻ ചെയ്ത് കഴിഞ്ഞാൽ, റൈറ്റ് ബട്ടൺ നെക്കി പിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആരുടെ നേരെയാണോ പിൻ ചെയ്യുന്നത് ആ ആളുടെ ഡിസ്പ്ലേ ആണ് നമ്മൾ ഇവിടെ, ക്യാമറയാണ് സ്ക്രീനിൽ തെളിഞ്ഞു വരിക. അതുപോലെ ഇവിടെ ചാറ്റ് ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവിടെ ടൈപ്പ് ചെയ്ത് ചാറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള ലിങ്കുകളൊക്കെ ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് അയച്ചു കൊടുത്താൽ ഇവിടെ കാണാൻ പറ്റും. ഇനി കൂടുതൽ ആളുകൾ നമ്മുടെ ക്ലാസ്സിലുണ്ടെങ്കിൽ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ക്യാമറ ഇവിടെ ഫ്രണ്ടിൽ വന്നുകൊണ്ടിരിക്കും, ഇങ്ങനെ ഡിസ്പ്ലേ വന്നുകൊണ്ടിരിക്കും, മാറി മാറി വന്നുകൊണ്ടിരിക്കും. ഇനി നമുക്ക് ആരെങ്കിലും പിൻ ചെയ്താൽ അവരുടെ ക്യാമറ ആയിരിക്കും നമ്മുടെ സ്ക്രീനിൽ ഇങ്ങനെ തെളിഞ്ഞു വരിക. അതുപോലെ ഒരു മീറ്റിംഗ് എങ്ങനെയാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്യുക എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഷെഡ്യൂൾ എ വീഡിയോ മീറ്റിംഗ് ഫ്രം ഗൂഗിൾ കലണ്ടർ. അപ്പോൾ നമ്മുടെ കലണ്ടർ ഇവിടെ ഓപ്പൺ ആയി വന്നു. ഇവിടെ നമ്മൾ മീറ്റിങ്ങിൻ്റെ ഒരു ടൈറ്റിൽ കൊടുക്കണം. ഇപ്പോൾ ടെസ്റ്റ് അവിടെ കൊടുത്തു. ഇവിടെ അതിൻ്റെ ഡേറ്റ് ഇപ്പോൾ ജൂൺ 3, സമയം ഒരു 8 മണി, രാവിലെ 8 AM മുതൽ 9 വരെ. ടൈം സോണ് നമ്മൾ ഏത് രാജ്യത്തെ സമയമാണോ കണക്കാക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ സെലക്ട് ചെയ്യുക. ഓക്കെ. പിന്നെ എല്ലാ ദിവസവും നമ്മളിങ്ങനെ ഈ സമയത്ത് മീറ്റിംഗ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ
ഇവിടെ ഓൾ ഡേ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ലൊക്കേഷൻ കൊടുക്കാം. ഇവിടെ നോട്ടിഫിക്കേഷൻ സമയം കൊടുത്തിട്ടുണ്ട്. ഇവിടെ 30 മിനിറ്റ്, അരമണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക്, അതായത് ആ ജൂൺ 3-ന് 7:00 തന്നെ നമ്മൾ തുറന്നു നോക്കിയാൽ നമുക്കവിടെ ഗൂഗിൾ മീറ്റിലേക്ക് നമ്മൾ പ്രവേശിച്ച് കഴിഞ്ഞാൽ അവിടെ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വന്ന് കിടക്കുന്നുണ്ടാവും ഈ മീറ്റിങ്ങിന്. നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് മീറ്റിംഗ് ഓപ്പണായി വരും, ജോയിൻ ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ഇവിടെയാണ് ആഡ് ഗസ്റ്റ്. ഇവിടെ നമുക്ക് ഇമെയിൽ മുഖേന നമുക്ക് ഈ മീറ്റിങ്ങിലേക്ക് ആളുകളെ ഇവിടെ ആഡ് ചെയ്യാം. ഒരുപാട് ഇത്ര ഇമെയിലുകളും ഇവിടെ കൊടുത്തുകൊണ്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഈ ഗൂഗിൾ മീറ്റിന് 100 ആളുകളാണ് ഫ്രീ ആയിട്ട് നമുക്ക് അതിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുക. അതിൽ കൂടുതൽ വേണമെങ്കിൽ പണം കൊടുത്ത് നമ്മൾ അതിനുള്ള അനുമതി വാങ്ങേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഓരോരുത്തരെ ഇമെയിൽ അഡ്രസ്സ് കൊടുത്താൽ അവർക്കൊക്കെ ഇമെയിലായിട്ട് നോട്ടിഫിക്കേഷൻ പോകും. സേവ് കൊടുത്തു. അപ്പോൾ ഇവിടെ കലണ്ടറിൽ കാണാം നമ്മുടെ മീറ്റിംഗ്. ഇവിടെ 8 മുതൽ 9 വരെ ടെസ്റ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇമെയിൽ മുഖേന വീണ്ടും ഗസ്റ്റുകളെ നമുക്ക് അതിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും. ജോയിൻ വിത്ത് ഗൂഗിൾ മീറ്റ് അടിച്ചാൽ നമുക്ക് ആ മീറ്റിങ്ങിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇതാണ് ഗൂഗിൾ മീറ്റ്. ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. കൂടുതൽ വീഡിയോയുമായി വീണ്ടും കാണാം.